അല്ല, അതിലെ ഈ കോൺഗ്രസിന് BJP പരാജയപ്പെടണമെന്ന യാതൊരു താല്പര്യവും പല സ്ഥലങ്ങളിലും അവർ കാണിച്ചിട്ടില്ല. മറ്റത്തൂർ മാത്രമല്ല, ഇപ്പൊ പാറളം പഞ്ചായത്തില് UDF-ഉം BJP-യും ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കോൺഗ്രസിന്റെ ഒരു മെമ്പർ പരസ്യമായി അവര് വോട്ട് തെറ്റിച്ച് ചെയ്ത് BJP-ക്ക് അധികാരം കിട്ടാൻ അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് ബോധപൂർവം പല സ്ഥലങ്ങളിലും BJP-ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം BJP SDPI ഇടതുപക്ഷത്തിന് വോട്ട് തേടി ഈക്വലായി നിൽക്കുന്ന സ്ഥലത്ത് അധികാരത്തിൽ വന്നാൽ രാജിവെക്കുന്നതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ അവർ കാണിക്കുന്ന ഈ ഒരു സമീപനം BJP-യെ പരാജയപ്പെടുത്തുക എന്ന സമീപനത്തെക്കാൾ അപ്പുറത്ത് ഇടതുപക്ഷത്തെ തകർക്കുക എന്ന സമീപനം കോൺഗ്രസ് കേരളത്തിൽ എടുക്കുന്നിടത്തോളം കാലം ഇവിടെ BJP വളരുക തന്നെ ചെയ്യും. BJP-യെ വളർത്തിയാലും കുഴപ്പമില്ല, ഇടതുപക്ഷം തകർന്നാൽ മതി എന്ന സമീപനം ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന പണ്ട് നമ്മുടെ ആളുകളൊക്കെ പറയുന്ന ചൊല്ലിനെ അനർത്ഥമാക്കുന്ന സമീപനമാണ് ഇവിടെ കോൺഗ്രസ് BJP-യുടെ കാര്യത്തില് ഇടതുപക്ഷത്തിന്റെ കാര്യത്തിലും അവരെടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം. ഇത് അവരുടെ രാഷ്ട്രീയ സത്യസന്ധതയെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ജനങ്ങള് അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ തൃശ്ശൂർ കോർപ്പറേഷൻ തന്നെ കാണുന്നത് എന്താണ്? പണവും അധികാരവും മാത്രമാണ് കോൺഗ്രസ് നയിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല രാഷ്ട്രീയമല്ല. കോൺഗ്രസ് നയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളൊന്ന് പണവും ഒന്ന് അധികാരവുമാണ്. അധികാരവും പണവും എന്നല്ലാതെ വർഗീയതയെ ചെറുക്കണം അല്ലെങ്കിൽ BJP-യെ പരാജയപ്പെടുത്തണം, ഫാസിസം തകർക്കണം എന്നുള്ള രാഷ്ട്രീയമൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഈ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളും പ്രതിഫലിച്ചിട്ടുള്ള കാര്യം അതാണ്. അപ്പോൾ അല്പസമയം മുൻപ് TN പ്രതാപൻ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ TN പ്രതാപൻ പറഞ്ഞത് ഇത് നേതൃത്വത്തിന്റെ അറിവോടെ അല്ല. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും സഖ്യമുണ്ടാക്കാൻ കൂട്ടുനിന്ന ഉത്തരവാദിത്തപ്പെട്ട ഏത് നേതാവാണെങ്കിലും അവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് ഈ TN പ്രതാപൻ അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അല്ല, അതൊരു അടവാണല്ലോ. ഇപ്പോ അവർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപടി എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് അങ്ങനെ BJP-യുമായിട്ട് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള സഖ്യം ഉണ്ടാക്കാൻ പാടില്ല എന്ന ഒരു സന്ദേശം അണികൾക്കിടയിൽ കൊടുത്തിട്ടില്ല എന്നതിന്റെ ദൃഷ്ടാന്തമാണ്. പലയിടങ്ങളിലും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി BJP-യുമായി അവിശുദ്ധ സഖ്യം വ്യാപകമായി കോൺഗ്രസ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തില് അണികളോട് അവർക്ക് BJP-യോട് ഞങ്ങളുടെ സമീപനം ഇന്നതാണെന്ന് പറയാനൊന്നും കഴിയില്ല. അതിന് കാരണം നേതൃത്വം അറിയാതെയാണെന്ന് പറയുന്നതൊക്കെ വെറും കള്ളത്തരാണ്. അത് അവരുടെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായ പ്രകടനമാണ്. വാസ്തവത്തിൽ അവർ വ്യാപകമായ തോതിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി BJP-യുമായിട്ടും SDPയുമായിട്ടും ജമാഅത്തെ ഇസ്ലാമി ആരായിട്ട് വേണമെങ്കിലും കൂട്ടുകൂടാൻ ഒരു മടിയും കോൺഗ്രസുകാർക്കില്ല. അപ്പൊ കോൺഗ്രസുകാർ പറയുന്ന കാര്യത്തിൽ അവരിപ്പോ ഏതെങ്കിലും കോൺഗ്രസുകാർക്ക് നടപടി എടുത്തുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നുണ്ടോ?